പ്രിയ പഠിതാക്കളെ, മനുഷ്യ മനഃശാസ്ത്രത്തിൻ്റെ ഊടുവഴികളിലൂടെ നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ഒരു എഴുത്തുകാരനാണ് A.G. ഗാർഡനർ. അദ്ദേഹത്തിൻ്റെ എസ്സേസ് പലതും വളരെ രസകരമായിട്ടുള്ള രീതിയിലാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു രചന ചാതുരി കാണാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ എസ്സേ ആയിട്ടുള്ള ഓൺ അംബ്രല്ല മോറൽസ് എന്നുള്ള വർക്കിലൂടെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് മൂവ് ടു ദ ബയോഗ്രഫി ഓഫ് A.G. ഗാർഡനർ. 1865 ജനിച്ച് 1946 മരിച്ച ബ്രിട്ടീഷ് എസ്സേയിസ്റ്റ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള A.G. ഗാർഡനർ. അദ്ദേഹത്തിന് പൊതുവെ അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ പെൻ നെയിം എന്ന് പറയുന്നത് ആൽഫ ഓഫ് ദ പ്ലോ എന്നായിരുന്നു. ആ ഒരു പേരിലാണ് അദ്ദേഹം കൃതികളെല്ലാം എഴുതിയിട്ടുള്ളത്. ഹി ഹാഡ് കീൻ ഒബ്സർവേഷൻ ആൻഡ് പ്രസൻറ്റഡ് ദ സിംപ്ലസ്റ്റ് തിങ്സ് ഇൻ ലൈഫ് സംതിങ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് അപ്പീലിംഗ്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലുള്ള നിരീക്ഷണം എന്ന് പറയുന്നത്, ഒബ്സർവേഷൻ എന്ന് പറയുന്നത് അപാരമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രസൻറ്റഡ് ദ സിംപ്ലസ്റ്റ് തിങ്സ്, ഏറ്റവും ലളിതമായ കാര്യങ്ങൾ പോലും വളരെ നിരീക്ഷണപാഠവത്തോടെ അദ്ദേഹം നോക്കിക്കണ്ടു. എന്നിട്ടോ അത് വളരെ അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിൽ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഹീ ഈസ് വെൽ നോൺ ഫോർ ഹിസ് എസ്സേസ് ഓൺ ട്രിവിയൽ സബ്ജക്ട്സ് ലൈക്ക്, അദ്ദേഹത്തിൻ്റെ മിക്കവാറും എസ്സേസ് ഒക്കെ, ഉപന്യാസങ്ങളെല്ലാം ഒരു നിസ്സാരമായ വസ്തുക്കളെക്കുറിച്ചുള്ളതായിരിക്കും. അതായത് കുറച്ച് എക്സാമ്പിൾസ് കാണാം. ഓൺ ദ റൂൾ ഓഫ് ദ റോഡ്, റോഡിലെ റൂളിനെ കുറിച്ച്. ഓൺ സെയിങ് പ്ലീസ്, പ്ലീസ് എന്ന് പറയുന്നതിനെക്കുറിച്ച്. ഇങ്ങനെയുള്ള രീതിയിലൊക്കെ അസാധാരണമായിട്ടുള്ള രീതിയിലുള്ള എസ്സേസാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ദേ ആർ യുണീക്ക്. അതുപോലെയുള്ള വേറെ വർക്കുകളൊന്നുമില്ല. അതിനാണ് യുണീക്ക് എന്ന് പറയുന്നത്, അല്ലേ. അൺപാരലൽഡ് ആണ്, അൺഈക്വൽഡ്, എലഗൻറ്റ്, വളരെ ഉദാത്തമാണ്, ഗ്രേസ്ഫുള്ളാണ്, അല്ലേ. അങ്ങനെ കേട്ടിരിക്കാനൊക്കെ ഭയങ്കര രസമാണ്. ഹ്യൂമറസ്, നർമ്മം നിറഞ്ഞതാണ്. വിത്ത് ദ ബേസിക് ട്രൂത്ത്സ് ഓഫ് ലൈഫ് നരേറ്റഡ് ഇൻ അൻ ഈസി ആൻഡ് അമ്യൂസിങ് മാനർ. വളരെയധികം സന്തോഷിപ്പിക്കുന്ന രീതിയിൽ, വളരെ ലളിതമായ രീതിയിൽ ജീവിതത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സത്യങ്ങളെയെല്ലാം വളരെ രസകരമായിട്ട് വെളിപ്പെടുത്തുന്ന ഒരു കഥാകാരൻ, ഒരു എഴുത്തുകാരൻ. അതാണ് A.G. ഗാർഡനർ. സോ നമ്മൾ അദ്ദേഹത്തിൻ്റെ അംബ്രല്ല മോറൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്, അല്ലേ. ലൂസിങ് തിങ്സ് ഇൻ ലൈഫ് ഈസ് ക്വൈറ്റ് നേച്ചുറൽ. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ നഷ്ടപ്പെടും. നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ പലതും മറന്നു വയ്ക്കാറുണ്ട്. അങ്ങനെ പലതും നമുക്ക് നഷ്ടപ്പെടാറുണ്ട്. ലൂസിങ് തിങ്സ് ഇൻ ലൈഫ് ഈസ് ക്വൈറ്റ് നേച്ചുറൽ. അത് നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലേ. വി ലൂസ് സെവറൽ തിങ്സ് ഇൻ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സാധനങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്താറുണ്ട്. But for Gardiner, the losing of his umbrella provides him with ample thoughts and ideas for commenting on human morals. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കളഞ്ഞു കഴിഞ്ഞാൽ അതാണ് പോയി, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. പക്ഷേ ഗാർഡിനർ ആണെങ്കിലോ, ഗാർഡിനർ ദ ലൂസിങ് ഓഫ് ഹിസ് അംബ്രല്ല, അദ്ദേഹത്തിന് ഒരിക്കൽ തൻ്റെ കുട നഷ്ടപ്പെടാൻ ഇടവന്നു. അത് അദ്ദേഹത്തെ ഒരുപാട് ചിന്തിപ്പിച്ചു എന്നാണ്. ഇറ്റ് പ്രൊവൈഡ്സ് ഹിം വിത്ത് ആംബിൾ തോട്ട്സ്. ആംബിൾ എന്ന് പറഞ്ഞാൽ ഇനഫ് എന്നാണ്, ധാരാളം ചിന്തിക്കാനിടയായി തൻ്റെ ഈ അംബ്രല്ല ഒരു ദിവസം കാണാതെ പോയപ്പോൾ. അങ്ങനെ ആംബിൾ തോട്ട്സ് ആൻഡ് ഐഡിയാസ് ഫോർ കമൻറ്റിങ് ഓൺ ഹ്യൂമൻ മോറൽസ്. ആ കുട മറന്നു വെച്ച് പോയത് കാരണം, അല്ലെങ്കിൽ കുട നഷ്ടപ്പെട്ടതിന് ശേഷം അദ്ദേഹം ചിന്തിച്ച് അദ്ദേഹത്തിൻ്റെ ഐഡിയകളെല്ലാം ഒരുമിപ്പിച്ച് അദ്ദേഹം മനുഷ്യൻ്റെ മോറൽസിനെ കുറിച്ച്, ധാർമ്മികതയെക്കുറിച്ച് കമൻറ്റ് ചെയ്യുകയാണ് ഇവിടെ. അതാണ് അംബ്രല്ല മോറൽസ്, കുട ധാർമ്മികതകൾ. അപ്പോൾ ഈ കുടപാഠത്തിൽ എന്തെങ്കിലും ഗുണപാഠം ഉണ്ടോ? ഓക്കെ, ലെറ്റ്സ് ചെക്ക്. A sharp shower came as I walked along the strand, but I did not put up my umbrella. Sharp shower, a heavy rain, അല്ലേ, നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. Came on as I walked along the strand. ഒരു ബീച്ചിലൂടെ, സ്ട്രാൻഡ് മീൻസ് ബീച്ച്, ബീച്ചിലൂടെ ഞാൻ അങ്ങനെ നടന്നു പോകുമ്പോൾ നല്ല ഒരു മഴ പെയ്യുകയാണ്. I did not put up my umbrella. Put up, open. ഞാൻ എൻ്റെ കുട അപ്പോഴും തുറന്നില്ല. I didn't open my umbrella. The truth is, കുട തുറക്കാതിരിക്കാൻ ഒരു കാരണമുണ്ട്. എന്താണ് ആ സത്യം? The truth is, I couldn't put up my umbrella. എനിക്ക് എൻ്റെ കുട തുറക്കാൻ കഴിഞ്ഞില്ല. അത് തന്നെയാണ് കാര്യം. The frame would not work for one thing. ഒന്നുകിൽ അതിൻ്റെ ഫ്രെയിം, കുടയുടെ ഫ്രെയിം മര്യാദയ്ക്ക് വർക്ക് ചെയ്യില്ല. ആൻഡ് ഇഫ് ഇറ്റ് ഹാഡ് വർക്ക്ഡ്, അത് വർക്ക് ചെയ്യുകയാണെങ്കിൽ, I would not have put the thing up. ഞാനത് നിവർത്തുകയുമില്ല, അതായത് കുട നിവർത്തുകയുമില്ല. എന്താണ് കാരണം? because I would no more be seen under such a travesty of an umbrella. I wouldn't like to be seen under that simple umbrella. Travesty means അപഹാസ്യമായത്, മോക്കറി ആയിട്ടുള്ളത് എന്നാണ്. It may be a damaged umbrella, so he didn't want others to watch him under that worthless umbrella. വളരെ മോശമായിട്ടുള്ള ആ ഒരു കുടച്ചുവട്ടിൽ താൻ നടക്കുന്നത് മറ്റുള്ളവർ കാണുന്നത് അദ്ദേഹത്തിന് തീരെ ഇഷ്ടമല്ലായിരുന്നു. അല്ലെങ്കിൽ അത്രയും മോശമായിട്ടുള്ള കുടയുടെ ചുവട്ടിൽ നടക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ദ ഫാക്ട് ഈസ്, കാരണം എന്താണെന്ന് വെച്ചാൽ, ദ അംബ്രല്ല ഈസ് നോട്ട് മൈ അംബ്രല്ല അറ്റ് ഓൾ. അത് തൻ്റേതായിട്ടുള്ള കുടയല്ല. ഇറ്റ് ഈസ് ദ അംബ്രല്ല ഓഫ് സം പേഴ്സൺ, മറ്റാരുടെയാണ്. ഹൂ ഐ ഹോപ്പ് വിൽ റീഡ് ദീസ് ലൈൻസ്. ഒരുപക്ഷെ ആ കുടയുടെ അവകാശി എന്ത് ചെയ്യുന്നുണ്ടാവാം?
താൻ എഴുതിയ ഈ വരികൾ ഇപ്പോൾ ഇരുന്ന് വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകാം. The real owner of that umbrella may have been reading these lines. He has got my silk umbrella. എന്തായാലും ശരി, തൻ്റെ കയ്യിലുള്ള ഈ കുടയുടെ യഥാർത്ഥ അവകാശി അയാൾക്ക് എൻ്റെ സിൽക്ക് അംബ്രല്ല കിട്ടിയിട്ടുണ്ടാകും. അതായത് എൻ്റെ നല്ല കുടയായിട്ടുള്ള എൻ്റെ സിൽക്ക് അംബ്രല്ലയും അദ്ദേഹത്തിൻ്റെ ഈ മോശം കുടയും തമ്മിൽ മാറ്റപ്പെട്ടതാണ്. ഐ ഹാവ് ഗോട്ട് ദ കോട്ടൺ വൺ ഹീ ലെഫ്റ്റ് ഇൻ എക്സ്ചേഞ്ച്. അയാൾ എന്ത് ചെയ്തു? എൻ്റെ സിൽക്ക് അംബ്രല്ലയ്ക്ക് പകരമായിട്ട് അയാളുടെ കീറിയ ഈ കോട്ടൺ അംബ്രല്ല ഇവിടെ വെച്ച് പോയി. രണ്ടും തമ്മിൽ എക്സ്ചേഞ്ച് നടത്തി. ഐ ഇമാജിൻ ഹിം. ഞാനിപ്പോൾ അങ്ങനെ മനസ്സിൽ കാണുകയാണ്, ഇമാജിൻ ചെയ്യുകയാണ്. എന്തായിരിക്കും അയാൾ ചെയ്യുന്നുണ്ടാവുക? എൻ്റെ കൂടെ എടുത്തു കൊണ്ടുപോയ സിൽക്ക് അംബ്രല്ല എടുത്തു കൊണ്ടുപോയ അയാൾ എന്താ ചെയ്യുന്നുണ്ടാവുക? ഫ്ലോണ്ടിങ് അലോങ് ദ സ്ട്രാൻഡ്. ഫ്ലോണ്ടിങ് എന്ന് പറഞ്ഞാൽ ആഡംബര പ്രദർശനം നടത്തുക എന്നാണ്. ടു ഷോ ഓഫ്. അങ്ങനെ വലിയ ആളായിട്ട് ആ കുട നിർത്തിക്കൊണ്ട് നടക്കുന്നുണ്ടാവും. എവിടെ? എലോങ് ദ സ്ട്രാൻഡ്, ബീച്ചിൻ്റെ സൈഡ് കൂടെ. അണ്ടർ മൈ അംബ്രല്ല, എൻ്റെ കൂടെയും നിവർത്തിക്കൊണ്ട്. ആൻഡ് ത്രോയിങ് എ സ്കോൺഫുൾ ഗ്ലാൻസ് അറ്റ് എ ഫെലോ. എന്നിട്ടോ സ്കോൺഫുൾ, പരിഹാസം നിറഞ്ഞ, ഗ്ലാൻസ്, ലുക്ക്, ഒരു പരിഹാസ നോട്ടത്തോടു കൂടി ആരെയോ നോക്കുന്നുണ്ട് അല്ലേ? അറ്റ് എ ഫെലോ ഹു വാസ് ക്യാരിയിങ് ഹിസ് അബോമിനേഷൻ ആൻഡ് ഗെറ്റിംഗ് വെറ്റ് ഇൻ ടു ദ ബാഗെയിൻ. ആരെയായിരിക്കും അദ്ദേഹം ഈ ഒരു സ്കോൺഫുള്ളായിട്ട് നോക്കുന്നുണ്ടാവുക? ആ ഒരു മനുഷ്യനെ. ഏത് മനുഷ്യനെ? ഹു ഹാസ് ക്യാരിയിങ് ഹിസ് അബോമിനേഷൻ. അദ്ദേഹത്തിൻ്റെ അബോമിനേഷൻ മീൻസ് വെറുപ്പ് അല്ലെങ്കിൽ ഹെയ്റ്റഡ് എന്നാണ്. ഡിസ്ഗസ്റ്റിംഗ് തിങ്, വെറുപ്പുളവാക്കുന്ന ഒരു സാധനം. ഇപ്പോൾ തൻ്റെ ആ കേടുവന്ന കുട, അതിനോട് അബോമിനേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവും അല്ലേ? തൻ്റെ മാലിന്യം അതും ചുമന്നുകൊണ്ട് നടക്കുന്ന ആ മനുഷ്യനെ വളരെ അവജ്ഞയോടെ പരിഹാസത്തോടെ നോക്കിക്കൊണ്ട് ഞെളിഞ്ഞു നടക്കുന്നുണ്ടാവും ആ മനുഷ്യൻ. അങ്ങനെ ഷോ ഓഫ് ചെയ്ത് ബീച്ചിൽ കൂടി തൻ്റെ സിൽക്ക് കുടയുടെ ചുവട്ടിൽ നടക്കുന്ന ആ മനുഷ്യനെ അദ്ദേഹം, നമ്മുടെ എഴുത്തുകാരൻ, ഇമാജിൻ ചെയ്യുകയാണ്. അയാൾ എങ്ങനെയായിരിക്കും? ആൻഡ് ത്രോയിങ് എ സ്കോൺഫുൾ ഗ്ലാൻസ് അറ്റ് എ ഫെല്ലോ ഹു വാസ് ക്യാരിയിങ് ഹിസ് അബോമിനേഷൻ ആൻഡ് ഗെറ്റിംഗ് വെറ്റ് ഇൻ ടു ദ ബാഗെയിൻ. ഒരുപക്ഷെ അയാൾ മനസ്സിലിങ്ങനെ പരിഹാസത്തോടെ കാണുന്നുണ്ടാവില്ലേ? താൻ ഉപേക്ഷിച്ച കുടയും തൂക്കിയും കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനെ അദ്ദേഹവും മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആൻഡ് ഗെറ്റിംഗ് വെറ്റ് ഇൻ ടു ദ ബാർഗെയിൻ. എന്നിട്ട് ആ കുടയും പിടിച്ചിട്ട് കടലിൻ്റെ ഓരത്ത് കൂടി പോവല്ലേ? അപ്പോൾ സാധനങ്ങളുടെ വിലയൊക്കെ ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നനഞ്ഞു പോകുന്ന ഒരാളെ അയാൾ ഇമാജിൻ ചെയ്യുന്നുണ്ടാകാം. ഹീ ഈസ് വൺ ഓഫ് ദോസ് പീപ്പിൾ ഹു ഹാവ് വാട്ട് ഐ മേ കോൾ ആൻ അംബ്രല്ല കോൺഷ്യൻസ്. ഹീ ഈസ് വൺ ഓഫ് ദോസ് പീപ്പിൾ. അയാൾ അങ്ങനെയുള്ള ആളുകളിൽ ഒരാളാണ്. ഹു ഹാവ് വാട്ട് ഐ മേ കോൾ. ആരെയാണോ ഞാൻ വിളിക്കുക? ആൻ അംബ്രല്ല കോൺഷ്യൻസ്. ഒരു കുടബോധമുള്ള ആൾ. കുടയ്ക്കുമില്ലേ ഒരു സൗന്ദര്യശാസ്ത്രം. അപ്പോൾ എങ്ങനെയായിരിക്കണം കുട? അതിനെക്കുറിച്ചൊരു ബോധമുള്ള ഒരു മനുഷ്യൻ. അതാണ് അംബ്രല്ല കോൺഷ്യൻസ് ഉള്ള മാൻ എന്ന് വിളിക്കുന്നത്. എ മാൻ ഓഫ് അംബ്രല്ല കോൺഷ്യൻസ്. യു നോ ദ സോർട്ട് ഓഫ് പേഴ്സൺ ഐ മീൻ. സോർട്ട് എന്ന് പറഞ്ഞാൽ കൈൻഡ് എന്നാണ് അർത്ഥം അല്ലേ? ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്കറിയാം, വായനക്കാർക്ക് അറിയാം. ഹി വുഡ് നെവർ പുട്ട് ഹിസ് ഹാൻഡ് ഇൻ അതേഴ്സ് പോക്കറ്റ്സ്. അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും മറ്റുള്ളവരുടെ പോക്കറ്റിൽ അങ്ങനെ കൈയിടുന്ന ടൈപ്പല്ല. or forge a check or rob a till, not even if he had the chance. ആ മനുഷ്യൻ ഒരിക്കലും ഫോർജ് ചെയ്യില്ല. ഫോർജ് ചെയ്യണം, കള്ളവപ്പിടില്ല. ഒരു ചെക്കിൽ കള്ളവപ്പിട്ടിട്ട് പൈസ തട്ടിയെടുക്കൊന്നുമില്ല. ഓർ റോബ് എ ടിൽ, ഒരു നയാ പൈസ. ടിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും കോയിൻ ബോക്സ് എന്നാണ്, പണപ്പെട്ടി. ആ കോയിൻ ബോക്സ് ഒന്നും എടുക്കില്ല. ഇഫ് ഹി ഹാഡ് ദ ചാൻസ്, ഈവൻ ഇഫ് ഹി ഹാഡ് ദ ചാൻസ്. ആ ചാൻസ് കിട്ടിയാൽ പോലും മോഷണ പ്രവൃത്തിയൊന്നും ഡയറക്റ്റായിട്ട് ചെയ്യില്ല. അങ്ങനെ ഒരു മനുഷ്യനാണ് ഈ അംബ്രല്ല കോൺഷ്യൻസ് ഉള്ള വ്യക്തി. ബട്ട് ഹി വിൽ സ്വോപ്പ് അംബ്രല്ലാസ്. ഡയറക്റ്റായിട്ട് കള്ളത്തിലൊന്നും ചെയ്യില്ലെങ്കിലും ഹി വിൽ സ്വോപ്പ്, എക്സ്ചേഞ്ച്, സ്വാപ്പ് എന്നും പറയാറുണ്ട് അല്ലേ? അംബ്രല്ലാസ്, കുടകൾ കൈമാറ്റം ചെയ്യാറുണ്ട്. ഓ ഫോർഗെറ്റ് ടു റിട്ടേൺ എ ബുക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ പുസ്തകം ആരുടെ നേൽ കടം വാങ്ങി തിരിച്ചു കൊടുക്കാൻ മറക്കാറുണ്ട്. ഓർ ടേക്ക് എ റേസ് ഔട്ട് ഓഫ് ദ റെയിൽവേ കമ്പനി. ടേക്ക് എ റേസ് ഔട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പ്രകോപിപ്പിക്കുക എന്നാണ് അർത്ഥം. ആരെയാണ് പ്രകോപിപ്പിക്കുക? ദ റെയിൽവേ കമ്പനി. റെയിൽവേ കമ്പനികളെ വെറുപ്പിക്കാറുണ്ട് എന്നുവെച്ചാൽ മര്യാദയ്ക്ക് ടിക്കറ്റ് എടുക്കില്ല, അതാണ് അർത്ഥം. ഇൻഫാക്ട് ഹീ ഈസ് എ തറോലി ഓണസ്റ്റ് മാൻ. സത്യം പറഞ്ഞാൽ അയാൾ എങ്ങനെയുള്ളൊരു മനുഷ്യനായിരിക്കും? തറോലി, കംപ്ലീറ്റ്ലി ഓണസ്റ്റ് മാൻ, സത്യസന്ധനായിരിക്കും. ഹു അലൗസ് ഹിസ് ഓണസ്റ്റി ടു ദ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്. ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് എന്ന് ഒരുപാട് കേട്ടിട്ടുള്ള വാക്കായിരിക്കും, സംശയത്തിൻ്റെ ആനുകൂല്യം അല്ലേ? സോ ഇവിടെ എന്താണ് അർത്ഥം? ആസ് ഹീ ഈസ് ആൻ ഓണസ്റ്റ് മാൻ ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ് ഐസ്, ദേ വിൽ നോട്ട് ഡൗട്ട് ഹിം. മറ്റുള്ളവർക്ക് ഇയാളിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല അല്ലേ? കാരണം പൊതുവേ മാന്യനായിട്ട് നടക്കുന്ന, സത്യസന്ധനായിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ആ സംശയത്തിൻ്റെ ആനുകൂല്യം അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരിക്കും. പെർഹാപ്സ് ഹീ ടേക്സ് യുവർ അംബ്രല്ല അറ്റ് റാൻഡം ഫ്രം ദ ബാർബേഴ്സ് സ്റ്റാൻഡ്. ഒരുപക്ഷെ നിങ്ങൾ ബാർബർ ഷോപ്പ് പോണ സമയത്ത് നിങ്ങളുടെ കൂടെ അയാൾ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. പെർഹാപ്സ് ഹീ ടേക്സ് യുവർ അംബ്രല്ല അറ്റ് റാൻഡം.
കിട്ടിയതെടുക്കും അല്ലേ. നിങ്ങളെ കുട ഏതാണെന്ന് തിരഞ്ഞ് അങ്ങനെ നല്ല കുടയാണോ അല്ലേ ഒന്നും നോക്കുന്നില്ല, അവിടുന്ന് കിട്ടിയെടുത്തിട്ട് അവിടുന്ന് പോകും. ഹി നോസ്, അത് കാരണം അയാൾക്കൊരു കാര്യം അറിയാം. ഹീ കാൺ ഗെറ്റ് എ വേഴ്സ് വൺ ദാൻ ഹിസ് ഓൺ. തൻ്റെ കുടയേക്കാൾ മോശപ്പെട്ട കുട ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് കിട്ടിയ കുട എടുത്തിട്ട് മൂപ്പര് മുങ്ങണത്. ഹി മേ ഗെറ്റ് എ ബെറ്റർ, എന്തായാലും ശരി അയാൾക്ക് തൻ്റേതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു കുട കിട്ടും. ഹീ ഡസൻറ്റ് ലുക്ക് അറ്റ് ഇറ്റ് വെരി ക്ലോസ്ലി, അയാൾ അവിടെ നിന്നൊന്നും ആ കുടയിലേക്ക് സൂക്ഷിച്ച് നോക്കുകയില്ല. ഏതുവരെ? അൻറ്റിൽ ഹീ ഈസ് വെൽ ഓൺ ഹിസ് വേ. അൻറ്റിൽ എന്ന് പറഞ്ഞാൽ അതുവരെ എന്നർത്ഥം. അൻറ്റിൽ ഹീ ഈസ് വെൽ ഓൺ ഹിസ് വേ. വെൽ ഓൺ ഹിസ് വേ പറഞ്ഞാൽ ഓൾമോസ്റ്റ് സർട്ടൻ ടു അച്ചീവ് ദാറ്റ് തിങ്. ആ സാധനം കയ്യിൽ കിട്ടി അല്ലേ, മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ നിന്ന് താൻ അകന്നു എന്നറിയുന്നത് വരെ ആ കുടയിലേക്ക് അവൻ സൂക്ഷിച്ച് നോക്കുകയേയില്ല. ദെൻ പിന്നെ വീട്ടിലെത്തിയ സമയത്ത് അയാൾ എന്താ പറയുക? ഡിയർ മീ, എൻ്റെ ഒരു കാര്യം, ഐ ഹാവ് ടേക്കൺ ദ റോങ് അംബ്രല്ല. ഞാൻ തെറ്റായിട്ടുള്ള കുടയാണ്, ഇതെൻ്റെ കുടയല്ല അല്ലേ, തെറ്റായിട്ടുള്ള കുടയാണ് എടുത്തിട്ടുള്ളത്. ഹീ സെയ്സ് വിത്ത് എൻ എയർ ഓഫ് സർപ്രൈസ്, അത്ഭുതം കൂറിക്കൊണ്ട് അവനങ്ങനെ പറയും. ഫോർ ഹീ ലൈക്സ് റിയലി ടു ഫീൽ ദാറ്റ് ഹീ ഹാസ് മെയ്ഡ് എ മിസ്റ്റേക്ക്. അയാൾ ഇഷ്ടപ്പെടുന്നു എന്തിനാ? ടു റിയലി ടു ഫീൽ ദാറ്റ്, ഈ ഒരു ഫീലിംഗ് ഉൾക്കൊണ്ട് പറയാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഹി ഹാഡ് മെയ്ഡ് എ മിസ്റ്റേക്ക്, താനൊരു അബദ്ധം ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ പറയാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നു. എന്നുവെച്ചാൽ മനഃപൂർവ്വമല്ല, അബദ്ധം പറ്റിയതാണ് എന്ന് സ്വയം ബോധിപ്പിക്കും. വെൽ ഇറ്റ്സ് നോ യൂസ് ഗോയിങ് ബാക്ക് നൗ. എന്നിട്ട് പറയും, ഇനിയിപ്പോൾ തിരിച്ചു പോയിട്ട് കാര്യം ഉണ്ടാവില്ലല്ലോ. ഹീ വുഡ് ബി ഗോൺ, അവനോടൊന്ന് പോയിട്ടുണ്ടാവും അല്ലേ, എൻ്റെ കുട എടുത്തിട്ട് അവൻ പോയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ എങ്ങനെ ഈ ശരിക്കുള്ള കുട അവിടെ വയ്ക്കുക? ആൻഡ് ഐ ഹാവ് ലെഫ്റ്റ് ഹിം മൈൻ, എന്തായാലും ശരി എൻ്റെത് അവന് വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടല്ലോ അല്ലേ, അവനിപ്പോൾ എൻ്റെ കുട എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാവും. ഇറ്റ് ഈസ് ദസ് ദാറ്റ് വി പ്ലേ ഹൈഡ് ആൻഡ് സീക്ക് വിത്ത് അവർ ഓൺ കോൺഷ്യൻസ്. ഇങ്ങനെയാണ് നമ്മൾ ഒളിച്ചു കളിക്കുന്നത് നമ്മുടെ സ്വന്തം മനസാക്ഷിയോട് അല്ലേ, ആത്മവഞ്ചന നടത്തുകയാണ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് ഇനഫ് നോട്ട് ടു ബി ഫൗണ്ട് ഔട്ട് ബൈ അതേഴ്സ്, വി റെഫ്യൂസ് ടു ബി ഫൗണ്ട് ഔട്ട് ബൈ അവർ സെൽഫ്. മറ്റുള്ളവരാൽ കണ്ടുപിടിക്കപ്പെടാതിരുന്നാൽ മാത്രം പോരാ. ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ടു ബി ഫൗണ്ട് ഔട്ട് ബൈ അതേഴ്സ്. അതേഴ്സ് മേ നോട്ട് ബി ഏബിൾ ടു ഫൈൻഡ് ഔട്ട് അവർ മിസ്റ്റേക്സ്, ബട്ട് വി ആർ കൺസേൺഡ് അബൌട്ട് ഇറ്റ്. വി നോ വാട്ട് എവർ ദ മിസ്റ്റേക്സ് വി ഹാവ് കമ്മിറ്റഡ്, സോ വി റെഫ്യൂസ് ടു ബി ഫൗണ്ട് ഔട്ട് ബൈ അവർ സെൽഫ്സ്. നമ്മൾ സ്വയം ആ മിസ്റ്റേക്ക് കണ്ടെത്തുന്നതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ അവനവൻ ആത്മപരിശോധന നടത്താൻ പോലും തയ്യാറാവുന്നില്ല എന്നർത്ഥം. ക്വൈറ്റ് ഇംപെക്കബിൾ പീപ്പിൾ മീൻസ് ക്വൈറ്റ് കംപ്ലീറ്റ്ലി ഇംപെക്കബിൾ, ഫോൾട്ട്ലെസ്, തെറ്റൊന്നും ചെയ്യാത്ത, ഫോൾട്ട് ഇല്ലാത്ത. പീപ്പിൾ ഹു ഓർഡിനറിലി സീം അൺസ്പോട്ടഡ് ഫ്രം ദ വേൾഡ്. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഫോൾട്ടിൽ നിന്ന് മുക്തരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് എങ്ങനെയുള്ള ആളുകളാണെന്നാണ് പറയുന്നത്? പീപ്പിൾ ഹു ഓർഡിനറിലി, സാധാരണയായിട്ട് അൺസ്പോട്ടഡ് ആയിട്ട് കാണപ്പെടുന്നവരാണ്. എന്ന് വെച്ചാൽ അവരിതുവരെ സ്പോട്ട് ചെയ്യപ്പെട്ടില്ല, അവരുടെ തെറ്റുകളൊന്നും ഇതുവരെ സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ആൻഡ് ദാറ്റ് പീപ്പിൾ ആർ അഫ്ലിക്റ്റഡ് വിത്ത് അംബ്ല മോറൽസ്. അങ്ങനെയുള്ള ആളുകളൊക്കെ കഷ്ടപ്പെടുകയാണ്. അഫ്ലിക്റ്റഡ് വിത്ത് മീൻസ് സ്ട്രഗിൾ വിത്ത്, കഷ്ടപ്പെടുക. വിത്ത് അംബ്രല മോറൽസ്. ഇപ്പോൾ ഈ നന്മ ചമഞ്ഞ് നടക്കുന്ന ഒരുപാട് പേര് അംബ്രല മോറൽസിൻ്റെ ആളുകളാകാം എന്നാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനഃപൂർവ്വമല്ലാത്ത രീതിയിൽ കരുതി കൂട്ടി ചെയ്യുക അല്ലേ, അങ്ങനത്തെ ടീംസ്. ഇറ്റ് വാസ് എ വെൽ നോൺ പ്രീച്ചർ. ഒരു സംഭവകഥ അദ്ദേഹം പറയുകയാണ്. അറിയപ്പെടുന്ന ഒരു വെൽ നോൺ ഫേമസ് ആയിട്ടുള്ള പ്രീച്ചർ മീൻസ് പ്രബോധകൻ എന്നൊക്കെ പറയും. ഈ ദൈവവചനങ്ങളൊക്കെ പ്രബോധിപ്പിക്കുന്ന, മതപ്രഭാഷണങ്ങളൊക്കെ നടത്തുന്ന ആളുകളെ പ്രീച്ചേഴ്സ് എന്ന് പറയാം അല്ലേ. അപ്പോൾ അതൊരു വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു പ്രീച്ചറായിരുന്നു. ഹു വാസ് ഫൗണ്ട് ഡെഡ് ഇൻ ദ ഫസ്റ്റ് ക്ലാസ് റെയിൽവേ കാരേജ്. ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു ആ പ്രബോധകൻ. വിത്ത് എ തേർഡ് ക്ലാസ് ടിക്കറ്റ് ഇൻ ഹിസ് പോക്കറ്റ്. ഫസ്റ്റ് ക്ലാസ്സിലാണ് യാത്ര ചെയ്തത്, പക്ഷേ കയ്യിലുള്ള ടിക്കറ്റ് ഏതായിരുന്നു? തേർഡ് ക്ലാസ് ടിക്കറ്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ അത്രയും നന്മയെക്കുറിച്ച് ഉദ്ഘോഷിക്കുന്ന ഒരു മനുഷ്യൻ പോലും ഇങ്ങനെയാണ് പ്രവൃത്തി. ഇതാണ് അംബ്രല മോറൽസ്. ആൻഡ് ആസ് ഫോർ ബുക്സ്, ഇനി ബുക്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഹു ഹാസ് എനി മോറൽസ് വേർ ദേ ആർ കൺസേൺഡ്. പുസ്തകത്തിൻ്റെ കാര്യത്തിൽ ആർക്കാണ് മോറൽസ് ഉള്ളത്? ഡസ് എനിബഡി ഹാവ് മോറൽസ് ഇൻ കണക്ഷൻ വിത്ത് ബോറോയിങ് ആൻഡ് റിട്ടേണിങ് ബുക്സ്? I remember some years ago the library of a famous divine and literary critic who had died being sold. നമ്മുടെ കഥാകാരൻ ഓർക്കുകയാണ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. ആരുടെ ലൈബ്രറിയാണ്? ലൈബ്രറി ഓഫ് എ ഫേമസ് ഡിവൈൻ ആൻഡ് ലിറ്റററി ക്രിറ്റിക്. ഡിവൈൻ എന്ന് വെച്ചാൽ ഇവിടെ ഉത്തമനായിട്ടുള്ള എന്നുള്ളതാണ് അർത്ഥം. വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ലിറ്റററി ക്രിറ്റിക്കിൻ്റെ, സാഹിത്യ നിരൂപകൻ്റെ ഒരു ലൈബ്രറി. അദ്ദേഹം മരിച്ചതിന് ശേഷം ആ ലൈബ്രറി വിൽക്കുകയാണ് അല്ലേ. ഇറ്റ്സ് ബീയിങ് സോൾഡ്. ദാറ്റ് ലൈബ്രറി ഈസ് ബീയിങ് സോൾഡ്. അത് വിൽക്കപ്പെടുകയാണ്. ഇറ്റ് വാസ് എ സ്പ്ലെൻഡിഡ് ലൈബ്രറി. വളരെ എക്സലൻ്റ് ആയിട്ടുള്ള, ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ലൈബ്രറിയാണ് അല്ലേ. വാസ്റ്റ് ലൈബ്രറിയാണ്, വിശാലമായത്. ഓഫ് റെയർ ബുക്സ്. അവിടെയാണെങ്കിലോ അപൂർവമായ പുസ്തക ശേഖരമൊക്കെയുണ്ട്.
ചീഫ്ലി കൺസേൺ വിത്ത് 17th century റൈറ്റേഴ്സ്, 17ാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ പുസ്തകങ്ങളെല്ലാം ഉണ്ട്. അബൌട്ട് ഹൂം ഹി ഹാസ് എ ഡിസ്റ്റിങ്വിഷ്ഡ് അതോറിറ്റി. ആ പുസ്തകങ്ങളുടെ എല്ലാം ഒരു അതോറിറ്റി തന്നെയാണ്. ഇങ്ങനത്തെ അതോറിറ്റി ഡിസ്റ്റിങ്വിഷ്ഡ്, സെലിബ്രേറ്റഡ് അതോറിറ്റി. സോ ഹി വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ബുക്ക് കീപ്പർ ഓർ ലൈബ്രറിയൻ ഓഫ് ദ ഫേമസ് റൈറ്റേഴ്സ് ഓഫ് 17th century. അറിയപ്പെടുന്ന എഴുത്തുകാരുടെ എല്ലാം, 17ാം നൂറ്റാണ്ടിലെ എഴുത്തുകാരുടെ എല്ലാം പുസ്തകങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുള്ള വളരെ അറിയപ്പെടുന്ന ഒരു ലൈബ്രറിയൻ ആയിരുന്നു അദ്ദേഹം. മൾട്ടിറ്റ്യൂഡ് ഓഫ് ബുക്സ് ഹാഡ് ദ മാർക്സ് ഓഫ് ലൈബ്രറീസ് ഓൾ ഓവർ ദ കൺട്രി. അങ്ങനെ മരണശേഷം ഈ ഒരു ലൈബ്രറി വിറ്റ സമയത്ത് എന്ത് കാണാൻ പറ്റി? ദർ വർ മൾട്ടിറ്റ്യൂഡ്സ്, മെനി ഓഫ് ദ ബുക്സ്, ഒരുപാട് പുസ്തകങ്ങൾ, ഹാഡ് ദ മാർക്സ് ഓഫ് ലൈബ്രറീസ്. ഇപ്പോൾ ലോകം മുഴുവനുള്ള അല്ലെങ്കിൽ രാജ്യം മുഴുവനുള്ള ലൈബ്രറിയുടെ സീല് ആ ലൈബ്രറിയിൽ നിന്ന് കിട്ടിയ പുസ്തകത്തിലുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം ഹി ഹാഡ് ബോറോഡ് ദം ആൻഡ് നെവർ ഫൗണ്ട് എ കൺവീനിയൻറ്റ് ഓപ്പർച്യൂണിറ്റി ഓഫ് റിട്ടേണിങ് ദം. ഇതെല്ലാം മറ്റ് ലൈബ്രറിയിൽ നിന്ന് എടുത്ത പുസ്തകങ്ങളാണ്. അത് സ്വന്തം ലൈബ്രറിയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. തിരിച്ചു കൊടുക്കാനുള്ള കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സമയം, ഒരവസരം അദ്ദേഹം ഇതേവരെ കണ്ടിട്ടില്ല. ദേ ക്ലങ് ടു ഹിം ലൈക്ക് പ്രസിഡൻസ് ടു ലോ. പ്രസിഡൻ്റ് എന്നാൽ ഇവിടെ കീഴ്വഴക്കം എന്നർത്ഥം. ഇപ്പോൾ കീഴ്വഴക്കത്തിൻ്റെ നിയമപ്രകാരം അങ്ങനെ കടം വാങ്ങിയ പുസ്തകങ്ങൾ, വേറെ ലൈബ്രറിയിൽ നിന്ന് വായിക്കാനെടുത്ത പുസ്തകങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ തൂങ്ങിക്കടന്നു. ക്ലിങ്ങിൻ്റെ പാസ്റ്റ് ടെൻസ് ആണല്ലോ ക്ലങ്. ആ പുസ്തകങ്ങളെല്ലാം, പുറത്തുനിന്നുള്ള പുസ്തകങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നിലകൊണ്ടു. യെറ്റ് ഹി വാസ് എ ഹോളി മാൻ ആൻഡ് പ്രീച്ച്ഡ് അഡ്മയറബിൾ സെർമൺസ്. എന്നാലും ശരി, പുസ്തകങ്ങളൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും അയാൾ വളരെ വിശുദ്ധനായ, ഹോളി ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പ്രസംഗിച്ചു, നന്മ പ്രസംഗങ്ങളെല്ലാം നടത്തി. പ്രീച്ച്ഡ് അഡ്മയറബിൾ സെർമൺസ്, ഒരുപാട് സെർമൺസ് റിലീജിയസ് ഡിസ്കോഴ്സ്, മതപരമായിട്ടുള്ള ചർച്ചകളൊക്കെയാണ്, അല്ലെങ്കിൽ സെമിനാഴ്സിനെയൊക്കെയാണ്. ആസ് ഐ ക്യാൻ ബെയർ വിറ്റ്നസ്, എനിക്ക് പ്രൂഫ് നൽകാൻ സാധിക്കും. എൻ്റെ ഇങ്ങനെ ഒരുപാട് പ്രസംഗമൊക്കെ നടത്തിയ മനുഷ്യൻ്റെ യഥാർത്ഥ മുഖം പുറത്ത് കാണിക്കാൻ എന്നെ കൊണ്ട് പറ്റും. ആൻഡ് ഇഫ് യു പ്രസ് മീ ഓൺ ദ പോയിന്റ്, നിങ്ങൾ എന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ ഐ ഷോൾ ഹാവ് ടു ഓൺ ദാറ്റ്. ഇവിടെ ഓൺ എന്ന് പറഞ്ഞാൽ സ്വന്തമാക്കുക എന്ന് മാത്രമല്ല അർത്ഥമുള്ളത്. ഓൺ എന്നുള്ളതിന് ഏറ്റുപറയുക അല്ലെങ്കിൽ സമ്മതിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. എനിക്കൊരു കാര്യം സമ്മതിക്കേണ്ടി വരും അല്ലെങ്കിൽ ഏറ്റുപറയേണ്ടി വരും. ദാറ്റ് ഇറ്റ് ഈസ് ഹാർഡ് ടു പാർട്ട് വിത്ത് എ ബുക്ക് യു ഹാവ് കം ടു ലവ്. നിങ്ങൾ സ്നേഹിച്ച ഒരു പുസ്തകത്തിൽ നിന്ന് വേർപെടുന്നത് വളരെ പ്രയാസം നിറഞ്ഞൊരു കാര്യമായിരിക്കും. അതായത് നിങ്ങൾ ആരുടെയെങ്കിലും ഒരു പുസ്തകം, ആ പുസ്തകം ഇഷ്ടപ്പെട്ട് വാങ്ങുകയാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ പലപ്പോഴും നിങ്ങൾ പരാജയപ്പെടും. അത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ് എന്നാണ് ഓഥർ പറയുന്നത്. Indeed, sure. The only sound rule about books is that, ഒരേ ഒരു ഉറച്ച നിയമം മാത്രമേ ഉള്ളൂ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം. എന്താണത്? That adopted by the man who was asked by a friend to lend him a certain volume. ഒരു സുഹൃത്ത് ഒരാളോട് പുസ്തകം കടം ചോദിച്ച സമയത്ത് അയാൾ പറഞ്ഞ റൂള് ഒന്നായിരുന്നു. എന്താണത്? I am sorry, he said, but I can't. പുസ്തകം ചോദിച്ച സമയത്ത് ഐ ആം സോറി എന്നാണ് പറഞ്ഞത്. പുസ്തകം കൊടുക്കാൻ തയ്യാറായില്ല, എനിക്ക് തരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ മറ്റേയാൾ ചോദിച്ചു, എന്ത്? ഹാവിൻറ്റ് യു ഗോട്ട് ഇറ്റ്? ആ പുസ്തകം കയ്യിലില്ലേ എന്ന്. അപ്പോൾ ഇയാളെന്താ മറുപടി പറഞ്ഞത്? യെസ്, ഐ ഹാവ് ഗോട്ട് ഇറ്റ്. ഉണ്ട്, കയ്യിലുണ്ട്. ഹി സെറ്റ്, ബട്ട് ഐ മേക്ക് ഇറ്റ് എ റൂൾ നെവർ ടു ലെൻഡ് ബുക്സ്. പക്ഷേ എനിക്ക് സ്വയം ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഞാൻ ആർക്കും പുസ്തകം കടം കൊടുക്കില്ല. അതാണ് എൻ്റെ നിയമം. യു സി, നോബഡി എവർ റിട്ടേൺസ് ദം. നിങ്ങൾക്കറിയോ, ഒരു മനുഷ്യൻ പുസ്തകം കൊണ്ടായാൽ തിരിച്ചു തരില്ല. ഐ നോ ഇറ്റ് ഈസ് സോ ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസ്. എനിക്കറിയാം എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന്. ഐ ഹാവ് ദ സെയിം എക്സ്പീരിയൻസ് ഇൻ മൈ ഓൺ ലൈഫ്. എന്താണ് എക്സ്പീരിയൻസ്? ഹിയർ കം വിത്ത് മീ, എൻ്റെ കൂടെ വരൂ. ആൻഡ് ഹി ലെഡ് ദ വേ ടു ഹിസ് ലൈബ്രറി. അങ്ങനെ അയാൾ മറ്റേയാളെ, സുഹൃത്തിനെ ലൈബ്രറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ദർ, അവിടെ നോക്കുക. സെഡ് ഹി, 4000 വോളിയൂംസ്, ഏതാണ്ട് 4000 പുസ്തകങ്ങളുണ്ട്. എവരി വൺ ഓഫ് ദം ബോറോഡ്. അനക്കറിയോ, ഈ ലൈബ്രറിയിലുള്ള ഈ 4000 പുസ്തകങ്ങളും ഞാൻ വേറെ സ്ഥലത്തു നിന്ന് എടുത്തതാണ്, വായിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. നോ നെവർ ലെൻഡ് ബുക്സ്. അതുകൊണ്ട് തന്നെ ഞാൻ ആർക്കും തന്നെ പുസ്തകം കടം കൊടുക്കില്ല. ചുരുക്കി പറഞ്ഞാൽ ഇയാളെ ലൈബ്രറി എന്ന് പറയുന്നത് കാശ് കൊടുത്ത് വാങ്ങിയ ഒരൊറ്റ പുസ്തകമല്ല, ഒക്കെ വേറെ ലൈബ്രറിയിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നതാണ്. പിന്നെ ആ പുസ്തകം പുറം ലോകം കണ്ടിട്ടില്ല. യു കാൺ ട്രസ്റ്റ് യുവർ ഡിയറസ്റ്റ് ഫ്രണ്ട് ദർ. ഈ പുസ്തകം കൊടുക്കുന്ന കാര്യത്തിൽ നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ പോലും വിശ്വസിക്കാൻ പറ്റില്ല. ഓക്കെ, ലെറ്റ്സ് സ്റ്റോപ്പ് ഹിയർ നൗ ആൻഡ് വി വിൽ കണ്ടിന്യൂ ദ ലെസൺ in the next class. Until then, goodbye.